നമസ്കാരം. ഇതൊരു പാവപ്പെട്ട വിധവൻ്റെ കളി കഥയാണ്. ഇവൾക്ക് ആദ്യം അങ്ങനത്തെ ഒരു കളിക്കാനുള്ളൊരു മൂഡോ അല്ലെങ്കിൽ കാമാസക്തിയൊന്നുമില്ല. പക്ഷേ ഇവൾ പോയൊരു മുതലാളിൻ്റെ അടുത്ത് വിട്ടു. ആ മുതലാളി ഇവളെ വളച്ച് കളിച്ചു. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്ത്രീൻ്റെ ഭർത്താവ് മരിച്ചു. 2 മക്കളാണ്, വലിയ പിള്ളേരാണ്. അതിലാദ്യം ചെറിയ ചെക്കൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടി, അന്യജാതി. ഇവള് ക്രിസ്ത്യനാണ്. ഇവള് കുറച്ച് പഠിപ്പൊക്കെ ഉള്ള പെണ്ണാണ്. ഇവള് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായി. അങ്ങനെ ഇവൾക്ക് മഹാരാഷ്ട്രയിൽ ഒരു ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ജോലി കിട്ടി. അപ്പോൾ ഇവിടെ പ്രഗ്നൻ്റാണ്. അങ്ങനെ ഇവളവിടെ ജോയിൻ ചെയ്ത് ഇവനെ കൊണ്ടുപോയി. അങ്ങനെ ഇവൾ മെറ്റേണിറ്റി ലീവ് എടുത്ത് പ്രസവമൊക്കെ കഴിഞ്ഞ് ഇവന് പിന്നെ ഒരു പണിക്കും പോകാൻ പറ്റില്ല. കുട്ടീനെ നോക്കാൻ ആൾ വേണ്ടേ. അപ്പോൾ ഇവൻ പെണ്ണടിമയായിട്ട് അവിടെ. ഇവളുടെ സ്വഭാവമാണെങ്കിൽ മാറി. അതായത് സൊസൈറ്റി മാറിയില്ലേ. അറ്റോമിക്സ് റിസർച്ച് സെൻറ്ററിലുള്ള മറ്റ് സ്റ്റാഫുകളുടെ അതേ സ്റ്റാറ്റസായി. അപ്പോൾ ഇവന് വേലയില്ല, കൂലിയില്ല. എന്നാലും അവനവിടെ പെട്ടുപോയി. അപ്പോൾ ഈ സ്ത്രീൻ്റെ ഭർത്താവ് മരിച്ചിട്ട് നാളുകളായിട്ടുള്ളൂ. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ. മാറ്റാൻ എന്ത് ചെയ്ത്, വലിയവൻ ഒരു കുട്ടിയുള്ള പെണ്ണിനെ കെട്ടി. അവൾ കുറച്ച് സാമർഥ്യമുള്ളതാണ്, എന്തൊക്കെയോ ഉടായ്പുള്ള പെണ്ണാണ്. അങ്ങനെ ഇവൻ തള്ളനെ ഇട്ടിട്ട് ടൗണിൽ പോയി താമസിക്കുക വാടകയ്ക്ക്. തിരിഞ്ഞു നോക്കില്ല. ഈ തള്ളക്ക് ഒരു പൈസ ഇല്ല, ചിലവ് കഴിഞ്ഞു പോകണ്ടേ. വീട്ടുകാരൊക്കെ എത്ര സഹായിക്കും. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സഹായമൊക്കെ കിട്ടുന്ന വീടാണ്, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയില്ലേ. അങ്ങനെ ഈ പെണ്ണ് ജോലി അന്വേഷിക്കുക. അങ്ങനെ അറിയണ ആൾ തന്നെ, ഒരു മുതലാളി. അയാളുടെ ഗോഡൗൺ എന്ന് പറഞ്ഞാൽ ഗോഡൗണിൻ്റെ ഓഫീസിലാണ്. അത് പബ്ലിക്കിന് വല്ലാണ്ട് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലാത്ത ഓഫീസാണ്. ഈ ഓഫീസിൽ പണിക്ക് കയറി ആ സമയത്താണ് ഈ ചെക്കനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ച്. വലിയവനാണ്. അല്ല, അവനെ ഇറക്കാൻ കുറച്ച് പൈസയൊക്കെ അപ്പോൾ മുതലാളി സഹായിച്ച്. പക്ഷെ അവന് നന്ദിയൊന്നുമില്ല. അത് ഇറങ്ങി കഴിഞ്ഞിട്ടും അവൻ അമ്മേൻ്റെ അടുത്ത് വന്നൊന്നുമില്ല. അതോടുകൂടി തള്ള ഇവനെ വെറുത്ത് ഇനി വീട്ടിൽ കയറ്റില്ല എന്നുള്ള വാശിയിലാണ്. അങ്ങനെ മുതലാളി ഈ പെണ്ണിനോട് ശൃംഗരിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം മുതലാളി വെട്ടി തുറന്ന് ചോദിച്ച്, നിന്നെ ഒന്ന് കളിക്കട്ടെ. അപ്പോൾ ഇവള് പറഞ്ഞ്, ഞാൻ ഒരിക്കലും അങ്ങനെ നിങ്ങളെപ്പറ്റി വിചാരിച്ചിട്ടില്ല, ഞാനൊരു ദൈവവിശ്വാസിയാണ്, തെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അറിയാം. അപ്പോൾ ഇയാൾ ചോദിച്ച്, അതേ പെണ്ണുങ്ങളുടെ ബ്രെയിൻ വാഷിയാണ് രംഗോണി പറയാൻ പോണേ. ഇയാൾ ചോദിച്ച്, ദൈവം ഉണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു വിധി ദൈവം തരുക, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എനിക്ക് ഇത്രയും സ്വത്തും മുതലുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് അപസ്മാരം, ഞാൻ അതിനൊരു കളി കളിച്ചിട്ട് എത്ര നാളായിന്നറിയാം. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ മരിച്ചു പോകും. നരകം ഉണ്ടെങ്കിൽ നരകത്തിൽ പോവുക. ജീവിതം ഒന്നുള്ള ആരാണ് ഇപ്പോൾ അവിടെയൊക്കെ പോയി വന്നത് എന്നൊക്കെ ചോദിച്ച് ഈ പെണ്ണിനെ ബ്രെയിൻ വാഷ് ചെയ്ത്. അങ്ങനെ കൈമേ കയറി പിടിക്കലും ചന്തിമേ പിടിക്കലും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇവിടെ എതിർപ്പ് മാറി. അങ്ങനെ അയാൾക്ക് റെസ്റ്റ് എടുക്കാൻ ഈ ഓഫീസിൽ തന്നെ ബാക്കിലെ റൂമിൽ കട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ആരും അങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഈ പെണ്ണിനെ കൈ പിടിച്ച്, എനിക്ക് തീരെ സഹിക്കാൻ വയ്യ, ഇനി എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെടും, ഞാൻ അത്രത്തോളം ബുദ്ധിമുട്ടിലാണ്, കൈ കൊണ്ട് അടിച്ചിട്ട് എനിക്ക് വരുന്നില്ല, എന്താ ഞാൻ ചെയ്യണം, നീ എന്നെ ഒന്ന് സഹായിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ പെണ്ണ് വഴങ്ങി. ഇവളെ കൊണ്ട് ഡ്രസ്സുകളൊക്കെ അഴിച്ച് ഫസ്റ്റ് ദിവസം ഇവളെ നല്ലോണം സുഖിപ്പിച്ച് മുലയൊക്കെ നല്ലോണം പിടിച്ച് നാക്കും കൊണ്ടൊക്കെ ചെയ്ത് കളിച്ച്. പെണ്ണിന് നല്ല ത്രില്ലായി. പിന്നെ ഇയാൾ ഡെയിലി കളിക്കും. എങ്ങനെ, ഇവളെ സുഖിപ്പിക്കാൻ നിൽക്കില്ല, ഇവളെ കൊണ്ടേ കിടത്തും,
സാരി പൊന്തിച്ച് വെക്കും, സഡ്ഡി പോരും, കളിക്കും. ഇവിടെ അപ്പം തന്നെ വാഷ്റൂമിൽ പോയി കഴുകും, തിരിച്ച് സീറ്റിൽ വന്നിരിക്കണം. അതായത് ഒരു വൺ വേ ട്രാഫിക്. കുറച്ചാണ്ടായപ്പോൾ അതുമല്ല, ഇയാൾക്ക് വലിയ കഴിവില്ല അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ വികാരം കൂടി വരെ ഒന്ന് തൊട്ടുണർത്തി പോകുകയല്ല. അപ്പം മുതലാളി ഒരു ദിവസം പറഞ്ഞ്, എന്നെക്കൊണ്ട് നിന്നെ സുഖിപ്പിക്കാൻ കഴിയില്ല, നീയാണെങ്കിൽ ഇങ്ങനെ നിന്നെ ഉണർത്തിയിട്ട് ഞാൻ നിരാശപ്പെടുത്തുക. അതിന് ഞാൻ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. നിനക്കൊരു പറ്റിയ ആളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നീ എതിർപ്പൊന്നും പറയരുത്, അസലായിട്ട് കളിച്ചു തരും. ഏതായാലും നീ പാപം ചെയ്ത്, അപ്പം അതിനുള്ളൊരു ഫലം കിട്ടണ്ടേ, ഒരു ജീവി അറിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ മുതലാളിക്ക് രണ്ട് ഇതാണ്, സീൻ കാണുകയും ചെയ്യുക, ഈ പെണ്ണിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ഈ ആൾ വന്ന് ഈ പെണ്ണിനെ കളിക്കൽ തുടങ്ങി. ഇതൊക്കെ ഭയങ്കര ദൈവവിശ്വാസം, എന്നും പള്ളിയിൽ പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് ചെയ്യണത്. ആരെങ്കിലും പിടിച്ചാൽ കുറേ കാലം വരെ അതുകൊണ്ട് തുടർന്നു. ഇപ്പോഴും ചാൻസ് കിട്ടിയാൽ ചെയ്യുന്നുണ്ട്. അത്ര ഉള്ളൂ ഈ ലോകം. അപ്പം ഈ ആൾ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആൾക്കും ഉപകാരം, ഈ പെണ്ണിനും ഉപകാരം, ഇയാൾക്ക് കണ്ണിന് സുഖം. ഇതൊക്കെ തന്നെ ലോകം. ദൈവവിശ്വാസമൊക്കെ എവിടെ കിടക്കണം, ഒറിജിനൽ പണി എവിടെ കിടക്കണം. ഇതൊക്കെ മനുഷ്യന് ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആരും ചെയ്യണില്ലെന്ന്. ഇത് ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് എടുത്ത് പറഞ്ഞ സംഭവമൊന്നുമല്ല, എൻ്റെ കൺമുമ്പിൽ സംഭവിച്ചത്. കാരണം ഇവൻ എൻ്റെ സുഹൃത്താണ്, ഈ ഗോഡൗണിൻ്റെ മുതലാളി എൻ്റെ ഫ്രണ്ടാണ്. അവൻ എന്നോട് പറഞ്ഞു വന്നതെന്ന് കളിക്കുകയാണ്. പക്ഷെ എനിക്ക് ആ പെണ്ണിനെ കളിക്കാൻ പറ്റില്ല. കാരണം ഈ പെണ്ണിൻ്റെ ഹസ്ബൻഡ് ഞാനായിട്ട് നല്ല അടുപ്പമായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് താങ്ങൂല, അവൾക്കത് വിഷമമാവും. പിന്നെ എനിക്കും അവളുടെ മുഖത്തോട്ട് നോക്കി അവളെ കളിക്കാൻ ചെല്ലാനും പറ്റില്ല. അത്ര നല്ല ബന്ധത്തിലായിരുന്നു ഇവളുടെ ഹസ്ബൻഡ് ഞാൻ. അല്ലെങ്കിൽ എന്നെ സെലക്ട് ചെയ്യുള്ളൂ. ചില സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ മടിയുണ്ടാവും. അല്ലാണ്ട് ആദ്യം വിചാരിച്ചത് എന്നെ തന്നെയായിരുന്നു. പക്ഷേ സംഭവങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരും. പക്ഷെ ഇവളെന്നെ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഒരു പുണ്യാളത്തെയാണ്. അങ്ങനെ നിന്നോട്ടെ, സാധുക്കൾ അവർക്കും ജീവിക്കണ്ടേ. ഇതൊന്നും പരസ്യമാക്കിയിട്ട് ആർക്കും ഒന്നും കിട്ടാനില്ല. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ ഉള്ളൊരു സുഖം തന്നെ ആരെങ്കിലും കള്ളവെടി പരസ്യമാക്കല. പക്ഷെ ഞാനങ്ങനത്തെ ആളല്ല. അവരിപ്പോഴും അത് തുടരുന്നുണ്ട്. ഇപ്പോൾ ആ പെണ്ണിന് ഒരു 55 വയസ്സ് ഒക്കെ ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മുതലാളിയെ നോക്കണേ. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട് മെയിൻ്റനൻസ് ചെയ്ത്, പെയിൻ്റ് അടിച്ച്, ഇതെല്ലാം. കാരണം ഇയാളുടെ ഭാര്യ പണിയെടുക്കാൻ പറ്റില്ല, രോഗിയാണ്. അപ്പോൾ ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, ഇവള് കിടന്നു കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് അയാൾ ഇവളെ സഹായിക്കുന്നുണ്ട്. കാരണം അയാൾക്ക് മുതലുണ്ട്. പിന്നെ അയാൾ ഈ പെണ്ണിന് കളിക്കാൻ ആളെ അറേഞ്ച് ചെയ്ത് കൊടുത്ത്. ഇത്ര വിശാല മനസ്കനായിട്ടുള്ള മുതലാളി ഇവിടെ ഉണ്ട്. നമ്മൾ വിചാരിക്കുകയും ഇത് കേൾക്കണവർ വിചാരിക്കും ഇതൊക്കെ സാങ്കല്പിക സൃഷ്ടിയാണ്. ഇതിലും വലുത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ആഴത്തിൽ സ്റ്റഡി ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറഞ്ഞത്. ഈ സംഭവം എനിക്ക് അത്ര കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയുന്ന സംഭവമാണ്. പക്ഷെ ആ പെണ്ണിനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല. അയാളെപ്പറ്റി പറഞ്ഞാലും വിശ്വസിക്കില്ല. കാരണം പള്ളിയിൽ പോക്കുണ്ട്, എല്ലാ പള്ളിയിലെ കാര്യത്തിലും കോപ്പറേറ്റീവും ഒക്കെ ഉണ്ട്. ഒരു പെണ്ണിനെ അനാവശ്യമായിട്ട് നോക്കില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. ഈ പെണ്ണും അങ്ങനെ തന്നെ, തലയിൽ കൂടി സാരിയൊക്കെ ഇട്ട് പോകണ കാണണം പള്ളിയിലൊക്കെ. പക്ഷേ കഴപ്പ് മൂത്ത പള്ളിയൊക്കെ മാറ്റി വെക്കും. നമസ്കാരം.